ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുക എന്നത് സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിൽ ഇത് കേവലം രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമതയെക്കുറിച്ചുള്ള ഗൗരവകരമായ സംവാദങ്ങളിലേക്ക് വഴിമാറുകയാണ്. അടുത്തിടെ പുറത്തുവന്ന ഒരു ചിത്രം ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ചിത്രത്തിൽ 79കാരനായ ട്രംപ് തൻ്റെ ഇരുകാലുകളും തോളിൻ്റെ വീതിയേക്കാൾ കൂടുതൽ അകത്തിവെച്ച് ഒരു തലകീഴായ വി ആകൃതിയിൽ നിൽക്കുന്നതാണ് കാണുന്നത്. ഇതോടൊപ്പം കൈകൾ ശരീരത്തോട് ചേർത്ത് മരവിച്ച അവസ്ഥയിൽ പിടിച്ചിരിക്കുന്നതും പലരിലും ആശങ്കയുണ്ടാക്കി. ഇത് കേവലം ഒരു നിൽപ്പിൻ്റെ പ്രത്യേകതയാണോ അതോ പ്രായം നൽകുന്ന ശാരീരിക വെല്ലുവിളികളുടെ സൂചനയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഒരു വ്യക്തിയുടെ ശരീരപ്രകൃതിയിലോ നിൽക്കുന്ന രീതിയിലോ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും ആരോഗ്യപരമായ ചില സൂചനകൾ നൽകാറുണ്ട്. വൈദ്യശാസ്ത്രപരമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന ഈ വൈഡ് സ്റ്റാൻഡ് അഥവാ കാലുകൾ അകറ്റിവെച്ചുള്ള നിൽപ്പ് ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താനുള്ള ബോധപൂർവമായ ശ്രമമായി വിലയിരുത്തപ്പെടാം. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ പേശികളുടെ ബലം കുറയുകയോ അല്ലെങ്കിൽ സന്ധികളിൽ കാഠിന്യം അനുഭവപ്പെടുകയോ ചെയ്യുമ്പോൾ വീണു പോകാതിരിക്കാൻ ശരീരം സ്വയം കണ്ടെത്തുന്ന ഒരു പ്രതിരോധ മാർഗമാണിത്. അടിത്തറ വിസ്തൃതമാക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്രം കൂടുതൽ സുരക്ഷിതമാകുന്നു. എന്നാൽ ട്രംപിൻ്റെ കാര്യത്തിൽ ഇത് കാലുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടിംഗ് ബേസുകൾ ധരിച്ചിട്ടുള്ളതിനാലാണോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ശക്തമാണ്. ശരീരത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന ചെറിയ തകരാറുകൾ പോലും നടത്തത്തിനെയും നിൽപ്പിനെയും വലിയ മാറ്റങ്ങൾ വരുത്തും. കൈകൾ വീശാതെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങളുടെ പ്രാഥമിക ലക്ഷണമായി പലപ്പോഴും വിദഗ്ധർ ചൂണ്ടിക്കാട്ടാറുണ്ട്. ട്രംപിൻ്റെ കൈകൾ സ്തംഭിച്ച അവസ്ഥയിൽ കാണപ്പെടുന്നത് ഇത്തരം ഏകോപന വൈകല്യങ്ങളാണോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള ക്ലിനിക്കൽ പരിശോധനയില്ലാതെ ഒരു ചിത്രത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്തരമൊരു നിഗമനത്തിലെത്തുന്നത് അശാസ്ത്രീയമാണെന്നാണ് ഭൂരിഭാഗം ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. പ്രായമായ വ്യക്തികളിൽ പേശികളുടെ ബലക്കുറവ് സാധാരണമാണെങ്കിലും ഇത് സ്വാഭാവികമായ മാറ്റമാണെന്നും അവർ വാദിക്കുന്നു. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ ആരോഗ്യസ്ഥിതി എപ്പോഴും പൊതുജന താൽപ്പര്യമുള്ള ഒരു വിഷയമാണ്. ചരിത്രപരമായി നോക്കിയാൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് മുതൽ ജോ ബൈഡൻ വരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ആരോഗ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിൻ്റെ കാര്യത്തിൽ ഇത്തരം ചർച്ചകൾക്ക് കൊഴുപ്പേകുന്നത് അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ ഷെഡ്യൂളുകളും ഉയർന്ന സമ്മർദ്ദവുമാണ്. 2026 ഏപ്രിലിലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് വൈറ്റ് ഹൗസ് വക്താക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിപരീതമായ കാഴ്ചകളാണ് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. അടുത്തിടെ നടന്ന ചില പൊതുപരിപാടികളിൽ അദ്ദേഹം ചെറിയ രീതിയിൽ വേച്ചു പോകുന്നതും സംസാരത്തിനിടയിൽ ചെറിയ അസ്വാഭാവികതകൾ പ്രകടമാകുന്നതും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഒരു ചിത്രത്തിന് മുന്നിൽ ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടാകാം എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. ക്യാമറയുടെ ആംഗിൾ, ആ സമയത്തെ തറയുടെ പ്രതലം, ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ പ്രത്യേകത, കഠിനമായ ജോലി മൂലമുള്ള തളർച്ച എന്നിവയെല്ലാം ഒരാളുടെ നിൽപ്പിനെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ആംചെയർ ഡയഗ്നോസിസ് അഥവാ വെറുതെ ഇരുന്ന് രോഗം നിർണ്ണയിക്കുന്ന രീതി പലപ്പോഴും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കാൻ കാരണമാകുന്നു. ട്രംപിൻ്റെ കാര്യത്തിലും ഇതിന് രാഷ്ട്രീയമായ മാനങ്ങൾ കൂടി കൈവരുന്നുണ്ട്. ആരോഗ്യപരമായ ഓരോ ചെറിയ പിഴവുകളും അദ്ദേഹത്തിൻ്റെ ഭരണശേഷിയെ ചോദ്യം ചെയ്യാനുള്ള ആയുധമായി എതിരാളികൾ ഉപയോഗിക്കുമ്പോൾ മറുവശത്ത് ഇത് കേവലം വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വാദിക്കുന്നു. പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്നതിനും വീഴ്ചകൾ ഒഴിവാക്കുന്നതിനും നാം ശ്രദ്ധ നൽകാറുണ്ട്. പതിവായ വ്യായാമം, കൃത്യമായ പേശി പരിശീലനം, ആരോഗ്യകരമായ ഭക്ഷണ രീതി എന്നിവയിലൂടെ ഒരു പരിധിവരെ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കും. പ്രായമായവരിൽ പെട്ടെന്നുണ്ടാകുന്ന നടത്തത്തിലെ മാറ്റങ്ങളോ കൈകാലുകളുടെ വിറയലോ ഒരിക്കലും അവഗണിക്കരുത്. അത് ഗൗരവകരമായ രോഗങ്ങളുടെ സൂചനയാകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ചിത്രം നൽകുന്നത് വൈവിധ്യമാർന്ന വ്യാഖ്യാനങ്ങളാണ്. ഇത് കേവലം ഒരു സാധാരണ പ്രായമായ വ്യക്തിയുടെ ശാരീരിക മാറ്റമാണോ അതോ ഗൗരവകരമായ എന്തെങ്കിലും മറച്ചുവെക്കാനുള്ള ശ്രമമാണോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്. എങ്കിലും ഒരു രാഷ്ട്രത്തലവൻ്റെ ആരോഗ്യകാര്യത്തിൽ സുതാര്യത അത്യാവശ്യമാണെന്ന വാദത്തിന് ഈ സംഭവത്തോടെ കരുത്ത് കൂടിയിരിക്കുകയാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വെറും അനുമാനങ്ങളിൽ മാത്രം ഒതുക്കാതെ ശാസ്ത്രീയമായ തെളിവുകളുടെയും ഔദ്യോഗിക റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുന്നതാണ് ഉചിതം. ലോകം ഉറ്റുനോക്കുന്ന ഈ നേതാവിൻ്റെ ഓരോ ചലനവും വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.